നമസ്കാരം എൻ്റെ കേൾവിക്കാരെ. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. ഇത് കേൾക്കുന്നവർക്ക് നല്ലത് വരട്ടെ. ഇത് കേൾക്കുന്നതുകൊണ്ട് ആർക്കും മോശമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരെ എങ്ങനെ അളക്കും എൻ്റെ മനുഷ്യന്മാരെ? രസകരമായൊരു കാര്യം എന്താണെന്നറിയോ? പൊതുവായൊരളവുകോൽ ഇല്ലാത്തതുകൊണ്ട് ഓരോരുത്തരും എന്താണോ അത് വെച്ചാണ് എല്ലാവരും മറ്റുള്ളവരെ അളക്കുക. ചിലർ മറ്റുള്ളവരെ സാമ്പത്തിക സ്ഥിതിയുടെ അളവുകോൽ വെച്ച് അളക്കും. മറ്റു ചിലർ എത്ര ഉയർന്ന ജോലിയാണെന്ന് അളവുകോൽ വെച്ച് അളക്കും. ചിലർ പദവിയുടെ അളവുകോൽ വെച്ച് അളക്കും. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അളവുകോലിൽ അളക്കുന്ന ചില മഹാന്മാർ ഇക്കാലത്ത് പോലുമുണ്ട്. ചിലർ കുടുംബമഹിമയുടെ അളവുകോലും കൊണ്ടാണ് അളക്കാൻ നടക്കുന്നത്. സ്ത്രീകളുടെ ഇടയിൽ കൂടുതലായി കാണുന്ന അളവുകോൽ അടുക്കളപ്പണിയിലുള്ള കേമത്തത്തിൻ്റെ അളവുകോലാണേ. അങ്ങനെ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ അളവുകോലുണ്ടാകും. ഇത് വെച്ച് അളന്നിട്ടാണ് ഓരോരുത്തർക്കും നൽകേണ്ട ബഹുമാനത്തിൻ്റെ അളവ് തിട്ടപ്പെടുത്തുക. സത്യത്തിൽ ഒരു മനുഷ്യൻ എന്താണെന്ന് ആർക്കും അളക്കാനേ ആവില്ല തന്നെ. അപാരമായ കഴിവുകൾ ഉള്ളിൽ ഒളിപ്പിച്ച അതുല്യരാണ് ഓരോ മനുഷ്യരും. ഒരേ കഴിവുള്ളവരെ പോലും പരസ്പരം താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധം അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പിന്നെ ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ അടുത്തയാൾ ചെയ്യണമെന്ന ശാഠ്യം എന്തിനാണ്? നിറയെ വഴി വെട്ടാനുള്ള സാധ്യതകളുള്ളപ്പോൾ ഒരാൾ പോയ വഴിയെ തന്നെ എല്ലാവരും പോകണമെന്ന് ശഠിക്കുന്നത് എന്തിനാണ്? നമ്മിലേക്ക് വരുന്ന ഏതൊരാളും നമ്മെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചുറ്റുമുള്ളതെല്ലാം ഗുരുവിനു സമാനമല്ലേ? ബഹുമാനത്തിൽ ഏറ്റക്കുറച്ചിൽ വരുത്തേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാതെ അളവുകോലുകൾ ദൂരെ കളഞ്ഞിട്ട് പല കോണുകളിൽ നിന്ന് കാര്യങ്ങളെ നോക്കാൻ പഠിക്കുന്നതാവും ഏറ്റവും നല്ലത്. അത് സ്വയം മഹത്വത്തിലേക്ക് ഉയരാൻ സഹായിച്ചാലോ? സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ മൂല്യം അവൻ്റെ പണത്തിലോ ജാതിയിലോ മതത്തിലോ ഒന്നും അധിഷ്ഠിതമല്ല. പിന്നെയോ അവൻ്റെ വൈബിലാണ്. ലോകത്തിനും ഈ ഭൂമിക്കും പ്രപഞ്ചത്തിനും എങ്ങനെ മുതൽക്കൂട്ടാകുന്നു എന്നതിലാണ്.